പ്രിയ പ്രേക്ഷകരെ നമസ്കാരം. ഞങ്ങൾ ലങ്കാവിയിലെ സന്ദർശനം പൂർത്തിയാക്കി അടുത്ത ലക്ഷ്യസ്ഥാനമായ പെനാങ്ങിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പോൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇക്കഴിഞ്ഞ 3 ദിവസം ഞങ്ങളെ ലങ്കാവിയിലുടനീളം കൊണ്ടു നടന്ന ഉർവൻ മിനി വാനുമായി വിട പറയുന്ന വികാര നിർഭരമായ രംഗങ്ങളാണ് കാണുന്നത്. ഉർവന് പരിക്കുകളൊന്നും ഏൽക്കാതെ തിരിച്ചു കൊടുത്തതിനാൽ മുഴുവൻ സെക്യൂരിറ്റി ഡിപ്പോസിറ്റും തിരിച്ചു കിട്ടി. ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കെല്ലാം കഴിഞ്ഞ് എയർപോർട്ടിനകത്ത് അങ്ങനെ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട്, ഞങ്ങളുടെ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞങ്ങൾ എയർ ഏഷ്യ ഫ്ലൈറ്റ് AK 6240 പെനാങ്ങിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യം 10:40 തന്നെ ഫ്ലൈറ്റ് പുറപ്പെട്ടു. 11:20 പെനാങ്ങിലെ അറൈവൽ ടൈം. അപ്പോൾ നമ്മൾ ലങ്കാവിയിൽ നിന്നും പെനാങ്ങിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ടീം സന്തോഷയാത്രികർ പെനാങ്ങിലെത്തി. ഇനി ഇവിടെ നിന്നും ഹോട്ടലിലേക്ക് പോകണം. പെനാങ് എയർപോർട്ടിൽ നിന്നും 27 കിലോമീറ്റർ, 50 മിനിറ്റ് യാത്രയുണ്ട്. ലങ്കാവി എയർപോർട്ടിനേക്കാൾ വലിയ എയർപോർട്ടാണ് പെനാങ്ങിലേത്. ഒരു മോഡേൺ എയർപോർട്ട്. ഇവിടെ കുറേ ഷോപ്പുകളും മറ്റുമുണ്ട്. അപ്പോൾ 2 മണിയോടുകൂടി മാത്രമേ ഞങ്ങളുടെ അക്കോമഡേഷൻ റെഡിയാവൂ. അതുകൊണ്ട് ആഹാരം കഴിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ കറി ഫിഷൊക്കെയാണ്, ഫിഷും ചിക്കനും. വെജ് കറി. പെനാങ് എയർപോർട്ടിനകത്ത് തന്നെയുള്ള ഒരു ചെറിയ റെസ്റ്റോറൻ്റാണ്. അവിടെ റൈസും മലേഷ്യൻ ടൈപ്പ് കറികളും ഉണ്ടായിരുന്നു. വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും അവിടെ നിന്ന് തന്നെ ആഹാരം കഴിക്കുവാൻ തീരുമാനിച്ചു. കുട്ടികൾ മാത്രം മാക്കിലോ മറ്റോ പോയി ബർഗർ അടിക്കാൻ വേണ്ടി കയറിപ്പോയി. ഞങ്ങൾ ഇവിടെ മലേഷ്യയിൽ പെനാങ്ങിലെത്തി. ഹോട്ടലിലേക്ക് പോകുവാൻ ഗ്രാബ് ടാക്സി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 6 പേരുടെ 2 ടാക്സി ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ ബാഗും ആൾക്കാരെയും കൂടെ കണ്ടപ്പോൾ അവർ 4 പേരെയും ലഗേജും മാത്രമേ കയറ്റിയുള്ളൂ. അങ്ങനെ മിച്ചം വന്ന ഞങ്ങൾ 4 പേര് ഒരു വണ്ടിയും കൂടെ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ നമ്മളെ നാട്ടിലെ പോലെ അങ്ങനെ കുത്തിനരിച്ചൊന്നും കൊണ്ടുപോകില്ല. ആ റൂൾ അനുസരിച്ചേ അവർ പോകത്തുള്ളൂ. ഇത് ഗ്രാബ് ടാക്സികൾക്കുള്ള പ്രത്യേക പിക്കപ്പ് പോയിൻ്റാണ്. ഹെയിലിംഗ് പിക്കപ്പ് പോയിൻ്റ്. ഇവിടെ നിന്നാണ് അവർ നമ്മളെ കയറ്റുന്നത്. ഞങ്ങളുടെ ടാക്സി ഞങ്ങളെയും കൊണ്ട് ഞങ്ങൾ താമസിക്കുന്ന ലിറ്റിൽ ഹെവൻ എന്ന വില്ലയിലേക്ക് യാത്രയായി. അത് ബാട്ടു ഫെറിഞ്ചി എന്ന സ്ഥലത്തിനടുത്താണ് ഇതുള്ളത്. അപ്പോൾ ഈ സമയത്ത് ഞാൻ പെനാങ്ങിനെക്കുറിച്ച് ചുരുക്കി പറയാം. പെനാങ് എന്ന ഈ ദ്വീപിനെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1786 മലേഷ്യയിലെ കെഡാ പ്രവിശ്യയിലെ സുൽത്താൻ്റെ കയ്യിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയതാണ്. വളരെ വേഗം തന്നെ പെനാങ് റബ്ബറിൻ്റെയും ടിന്നിൻ്റെയും ഒരു വ്യാപാര കേന്ദ്രമായി മാറി. 2ാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാൻ ഇവിടം കൈവശപ്പെടുത്തി. 1963 പെനാങ് മലേഷ്യയിലെ ഒരു സ്റ്റേറ്റായി മാറി. ഇതാണ് ചരിത്രം. മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു, ബുദ്ധൻ എന്നിങ്ങനെ വിവിധ മതവിഭാഗങ്ങളും മലൈ, ചൈനീസ്, ഇന്ത്യൻ എന്നിങ്ങനെ വിവിധ ദേശീയതകളും ഇടകലർന്ന് വസിക്കുന്ന ഒരു ഇടമാണ് പെനാങ്. മലേഷ്യയിലെ ഏറ്റവും വൈവിധ്യമാർന്ന ജനത ഇവിടെയാണെന്ന് പറയാം. പെനാങ്ങിൻ്റെ തലസ്ഥാന നഗരമാണ് ജോർജ് ടൗൺ. കൊലാലംപൂർ കഴിഞ്ഞാൽ മലേഷ്യയിലെ ഏറ്റവും വലിയ നഗരമാണ് ജോർജ് ടൗൺ. ഏകദേശം 30 ലക്ഷമാണ് ഇവിടുത്തെ ജനസംഖ്യ. നിരവധി മൾട്ടിനാഷണൽ ഹൈടെക് കമ്പനികളും ബാങ്കുകളും ജോർജ് ടൗണിൽ ഓഫീസിട്ട് വർക്ക് ചെയ്യുന്നു. ബ്രിട്ടീഷുകാരുണ്ടാക്കിയതിനാൽ ഒരു യൂറോപ്യൻ സ്റ്റൈലാണ് ഈ ജോർജ് ടൗണിന്. നമ്മൾ ഇന്ന് വൈകുന്നേരം ജോർജ് ടൗണിലൊന്ന് കറങ്ങി കാണുവാൻ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ജോർജ് ടൗണിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. നല്ല വിശാലമായ 6 ലൈൻ ഹൈവേ ആണ്. എന്നാലും വാഹനത്തിരക്ക് നല്ലവണ്ണമുണ്ട്. ഇതുതന്നെ ജോർജ് ടൗണിൻ്റെ പുരോഗതിയെ സൂചിപ്പിക്കുന്നു. ഇവിടെ ഞങ്ങൾ പ്രധാനമായും ടാക്സി എടുത്തത്, വാനൊന്നും റെൻറ്റിൽ എടുക്കാത്തതിൻ്റെ പ്രധാന കാര്യം തന്നെ ഈ ട്രാഫിക്കാണ്. പിന്നെ പാർക്കിങ്ങും പൊതുവെ ഇവിടെ വലിയ ബുദ്ധിമുട്ടാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഒരു ടൂറിസ്റ്റ് എന്ന നിലയ്ക്ക് നമുക്ക് കാര്യങ്ങൾ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. വണ്ടി ഓടിക്കുന്നതിൽ തന്നെ ശ്രദ്ധിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ടാക്സി വിളിച്ച് പോകാൻ തീരുമാനിച്ചത്. പെനാങ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലേക്കുള്ള 27 കിലോമീറ്റർ ദൂരത്തിന് ഈ ടാക്സി ചാർജ് വരുന്നത് 55 റിംഗിറ്റ്, അതായത് ഏകദേശം 1100 രൂപയാണ്. ഞങ്ങളുടെ ഗ്രാബ് ടാക്സി ഡ്രൈവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം വഴിയരികിലെ പല കാഴ്ചകളും ഞങ്ങൾക്ക് വിവരിച്ച് തരുന്നുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു ടൂർ ഓപ്പറേഷൻ പരിപാടിയുമുണ്ട്. അതുകൊണ്ട് എനിക്ക് പുള്ളിയുടെ കാർഡെല്ലാം തന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകാൻ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു. വേണമെങ്കിൽ കൊലാലംപൂരിലേക്ക് വാനൊക്കെ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷേ കൊലാലംപൂരിലേക്ക് ഞങ്ങൾ ഫ്ലൈറ്റ് എടുത്ത് പോവുകയാണ്.
പൊതുവെ പെനാങ്ങിലെ ആൾക്കാർ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. What is it? It's the state mosque. Oh, okay. There is the Ketlok Sea. You see Ketlok Sea? Ketlok Sea. Ketlok Then Sea. this the Penang Hill. Penang Hill. Okay, okay. Penang Hill, Ketlok Sea. പെനാങ്ങിലെ പ്രധാന കാഴ്ചകളായ കെക്ലോക് സീ ടെമ്പിൾ, പെനാങ് ഹിൽ എന്നിവയൊക്കെ പുള്ളി ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരികയാണ്. ഈ ഏരിയയിലൊക്കെ നല്ല ട്രാഫിക് ബ്ലോക്കുണ്ട്. 27 കിലോമീറ്റർ ദൂരം പോകുവാൻ 1 മണിക്കൂർ സമയമാണ് കാണിക്കുന്നത്. പക്ഷേ വാഹനങ്ങളെല്ലാം വളരെ അച്ചടക്കത്തോടുകൂടി ലൈനെല്ലാം പാലിച്ചാണ് പോകുന്നത്. അപൂർവം ചില 2 വീലറുകൾ മാത്രമാണ് ഇടയിലൂടെ കുത്തിത്തിരികി പോകുന്നത്. The property is very very expensive. Expensive. Yeah. Pretty. Okay, thank you. Very expensive. 1 square feet, 1,500. Oh. ഈ ഏരിയയൊക്കെ വളരെ എക്സ്പെൻസീവ് ആണെന്നാണ് നമ്മളെ ഡ്രൈവർ പറയുന്നത്. 1 സ്ക്വയർ ഫീറ്റിന് 1500 റിങ്കിറ്റൊക്കെയാണ് ഫ്ലാറ്റുകളുടെ റേറ്റ്, അതായത് 30,000 രൂപ. ഞങ്ങൾ ഏതായാലും ഞങ്ങളുടെ അക്കോമഡേഷൻ സ്ഥിതി ചെയ്യുന്ന ലിറ്റിൽ ഹെവനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ഞങ്ങൾ അവിടെ എത്തും. ഞങ്ങൾ ലിറ്റിൽ ഹെവൻ വില്ലയിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് മുമ്പേ പുറപ്പെട്ട 2 കൂട്ടരും അവിടെ നേരത്തെ തന്നെ എത്തിയിരുന്നു. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ലിറ്റിൽ ഹെവൻ എന്ന വില്ല. ഇതൊരു പോഷ് നെയ്ബർഹുഡിലാണ്. വലിയ ഫ്ലാറ്റുകളുണ്ട്, വേറെ വില്ലകളുണ്ട്. അങ്ങനെ വളരെ പോഷായിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുറ്റുപാടുമൊക്കെ ഒന്ന് കാണാം. ഇവിടെ കാറുകളൊക്കെ അത്യാവശ്യം പാർക്ക് ചെയ്യേണ്ട ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതൊരു സീ ഫേസിങ് പ്രോപ്പർട്ടിയാണ് എന്നുള്ളതാണ്. ഇവിടെ ഒരു ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ബീച്ചിലേക്കാണ് ഇറങ്ങുന്നത്. മുകളിലെ ബാൽക്കണി. ഇവിടെ കുറച്ച് ചെയറും ടേബിൾസും ഒക്കെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം ഒരു ആർട്ട് കസേരയുണ്ട്. പിന്നെ കണ്ടോ, നമ്മളിവിടെയൊക്കെ ഇരുന്ന് പാർട്ടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 10 മണിയാകുമ്പോൾ നിശബ്ദമായി കൊണ്ടുവന്നാണ്. ക്വയറ്റ് നെയ്ബർഹുഡാണ്. നമുക്കങ്ങനെ ബഹളമൊക്കെ ഉണ്ടാക്കി മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. അത് ഹൗസ് റൂൾസിന് എഗെയിൻസ്റ്റാണ്. വിശാലമായ ഹാൾ, പിന്നെ ഡൈനിങ് ഹാൾ, 4 ബെഡ്റൂംസ്. അതിനകത്ത് 3 അറ്റാച്ച്ഡ്, ഒരെണ്ണത്തിന് കോമൺ, പിന്നെ വേറെ 2 കോമൺ ബാത്റൂംസ്. അങ്ങനെ ടോട്ടൽ 5 ബാത്റൂംസും ഒക്കെയായി വലിയ ഒരു വില്ലയാണ്. ഇതിന് വാടക 2 ദിവസത്തേക്ക് 41,000 രൂപയാണ്. വലിയ ഗ്രൂപ്പുകൾക്ക് പറ്റുന്ന ഒരു അക്കോമഡേഷനാണിത്. നല്ല ഒരു കിച്ചനുമുണ്ട്. വൈകുന്നേരം ഒരു ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടെ ജോർജ് ടൗൺ ഒന്ന് കറങ്ങി കാണുവാൻ വേണ്ടി പോവുകയാണ്. ഇവിടുന്ന് 8-10 കിലോമീറ്റർ ദൂരമുണ്ട്. ഗ്രാബ് ടാക്സി പിടിച്ചാണ് യാത്ര. വഴിയിൽ നല്ല തിരക്കുണ്ട്. ഈ 10 കിലോമീറ്റർ പോകാൻ ഏകദേശം 30 മിനിറ്റാണ് കാണിക്കുന്നത്. അതെ, തികച്ചും വിജനമായ തെരുവീഥികളുള്ള ലങ്കാവിയിൽ നിന്നും പെനാങ്ങിലെത്തിയപ്പോൾ ഞങ്ങൾക്കൊരു വ്യത്യസ്ത അനുഭവമായിരുന്നു. നല്ല തിരക്കേറിയ റോഡുകൾ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. ലങ്കാവിയിൽ ടൂറിസം മാത്രമായിരുന്നെങ്കിൽ പെനാങ്ങിൽ ഇൻഡസ്ട്രീസും ഉണ്ട്. അതാണ് ഈ വ്യത്യാസത്തിന് കാരണം. എന്നെ ആകർഷിച്ചത് റോഡിലെ വാഹനങ്ങളുടെ വൈവിധ്യമാണ്. ധാരാളം വാഹനങ്ങൾ ജാപ്പനീസ് മേക്കാണ്. ടൊയോട്ട, മിത്സുബിഷി, ഹോണ്ട ഒക്കെ ധാരാളമായി കാണാം. ഇതിനു പുറമെ മലേഷ്യൻ വാഹന നിർമ്മാതാക്കളായ പ്രോട്ടോണിൻ്റെയും പ്രോദുവയുടെയും വണ്ടികളും ഉണ്ട്. ഇതിനു പുറമെ യൂറോപ്യൻ വണ്ടികളായ ഫോക്സ് വാഗൺ, ഓഡി, BMW, ബെൻസ് എന്നിവയും കുറേയൊക്കെ കാണാൻ പറ്റും. പക്ഷേ അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ഷെറി, GM, പിന്നെ ഫോർഡ് ഇവയുടെ വണ്ടികളൊന്നും ഞാൻ കണ്ടതേയില്ല. ഇതുപോലെ ചില വലിയ ട്രക്ക് സൈസ് SUVകളെയും ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. ഞങ്ങൾ ജോർജ് ടൗണിൻ്റെ സിറ്റി ഏരിയയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായി തിരക്കും നല്ലവണ്ണം കൂടിയിട്ടുണ്ട്. നിരവധി ബഹുനില മന്ദിരങ്ങളുള്ള ഒരു വലിയ സിറ്റി തന്നെയാണ് ജോർജ് ടൗൺ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് പെനാങ് ടൗൺ ഹാൾ. അതിൻ്റെ സൈഡ് വ്യൂ ആണ്.
ഇവിടെ ഒരു ചെറിയ പാർക്കുണ്ട്, നമുക്കിരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഈ ജോർജ് ടൗൺ നടന്ന് കാണേണ്ട കാഴ്ചകളുള്ള ഒരു സിറ്റിയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളുടെ വിവരങ്ങൾ ഞാനൊരു വെബ്സൈറ്റിൽ നിന്നും സംഘടിപ്പിച്ചിരുന്നു. ഇത് ഫുഡ് ഐറ്റംസ് വിൽക്കുന്ന ചെറിയ കടകളാണ്, പക്ഷേ വലിയ വൃത്തിയൊന്നും കണ്ടില്ല. അതുകൊണ്ട് അവിടെ നിന്നൊന്നും വാങ്ങി കഴിക്കാൻ തോന്നി. ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് എസ്പ്ലനേഡ് എന്നറിയപ്പെടുന്ന ഒരു ഏരിയയിലാണ്. ഇത് കടൽ തീരത്തോടുള്ള ഒരു വാക്ക് ആണ്, മനോഹരമായ ഒരു വാക്ക് ആണ്. ഇവിടെ ഇരിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. കടൽക്കാറ്റേറ്റുകൊണ്ട് നമുക്കവിടെ ഇരിക്കാം. നല്ല കാഴ്ചകളാണ് നമ്മളിവിടെ നിന്ന് കാണുന്നത്. ജോർജ് ടൗൺ സിറ്റിയുടെ ഒരു ഭാഗമാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. കടലിനക്കരെ കാണുന്നത് മലേഷ്യയുടെ മെയിൻലാൻഡാണ്. അവിടെ ബട്ടർവർത്ത് എന്ന് പറയുന്ന ഒരു സിറ്റിയുണ്ട്. ജോർജ് ടൗണിനെയും ബട്ടർവർത്തിനെയും കണക്ട് ചെയ്യുന്ന 2-3 പാലങ്ങളുണ്ട് കടലിന് മുകളിൽ കൂടി. ഇത് ജോർജ് ടൗണിലെ പോർട്ട് ഏരിയയാണ്. ഈ കാണുന്ന സ്തൂപമാണ് പെനാങ് വാർ മെമ്മോറിയൽ. ഇത് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഒരു വാർ മെമ്മോറിയലാണ്. അവിടെ ഒരുപാട് പേരുടെ പേരൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വാർ മെമ്മോറിയലിന് ഏകദേശം എതിർവശത്തായി റോഡിൻ്റെ മറുകരയിൽ ഒരു നല്ല പാർക്ക് കാണാം. ഞങ്ങൾ എസ്പ്ലനേഡിൽ കൂടെ മുമ്പോട്ട് നടന്നു. ഒരു വാക്കിംഗ് ടൂർ ഗൈഡ് കയ്യിൽ പിടിച്ചിട്ടുണ്ട്, അതിനനുസരിച്ചാണ് നടക്കുന്നത്. പാതയിൽ അത്യാവശ്യം തിരക്കുണ്ട്. ധാരാളം ആൾക്കാർ കടൽക്കാറ്റ് കേൾക്കുവാനും ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നടന്ന് വന്നപ്പോൾ ഞങ്ങൾ ഇടത് സൈഡിൽ ഈ കോട്ട കണ്ടു. ഇതാണ് ഫോർട്ട് കോൺവാലിസ്. ബ്രിട്ടീഷുകാർ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം പണി കഴിപ്പിച്ച ഒരു കോട്ടയാണ്. ഇതൊരു ചരിത്ര നിർമ്മിതിയാണ്. മലേഷ്യയിലെ ഏറ്റവും വലിയ ഫോർട്ടാണ് ഈ ഫോർട്ട് കോൺവാലിസ്. ഈ ഫോർട്ടിനകത്ത് ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്, അതാണ് നമ്മളിപ്പോൾ മുമ്പിൽ കാണുന്നത്. ഇത് റോയൽ മലേഷ്യൻ നേവിയുടെ ഒരു ആസ്ഥാനമാണ്. ഫോർട്ടിന് എതിർവശത്തായി ഒരു അമ്പലവും കണ്ടു, ഒരു തമിഴ്നാട് സ്റ്റൈലിലുള്ള ഹിന്ദു ടെമ്പിൾ. ഞങ്ങൾ പിന്നെയും നടപ്പ് തുടരുകയാണ്. ആ കാണുന്നത് ഫോർട്ട് കോൺവാലിസിൻ്റെ പ്രവേശന കവാടമാണ്. ഇതിനകത്ത് നമുക്ക് പ്രവേശിച്ച് കാഴ്ചകൾ കാണാം. പക്ഷേ ഇപ്പോൾ പ്രവേശന സമയം കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് അകത്തേക്ക് പോയില്ല. ഈ കാണുന്നതാണ് ജോർജ് ടൗണിലെ വിക്ടോറിയ ക്ലോക്ക് ടവർ. ഇത് ക്വീൻ വിക്ടോറിയയുടെ ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ 1897 ഉണ്ടാക്കിയതാണ്. വിശാലമായ ഒരു ചത്വരമാണ് ഈ ക്ലോക്ക് ടവറിന് മുമ്പിലുള്ളത്. അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇപ്പോൾ നമ്മൾ നടക്കുന്നത് ക്ലോക്ക് ടവറിന് എതിർവശത്തുള്ള ബീച്ച് സ്ട്രീറ്റിലൂടെയാണ്. ഇത് ജോർജ് ടൗണിലെ ഒരു പഴയ തെരുവാണ്. ഇതിൻ്റെ 2 സൈഡിലും ഒട്ടനവധി പ്രധാനപ്പെട്ട മന്ദിരങ്ങൾ, ബാങ്കുകളുടെ ആസ്ഥാനങ്ങളും മറ്റും ഉണ്ട്. യൂറോപ്യൻ സിറ്റികളെ അനുസ്മരിപ്പിക്കുന്ന വാസ്തുവിദ്യയുള്ള മനോഹരമായ തെരുവുകൾ. ഈ പച്ച ഭിത്തികളോടുകൂടി കാണുന്നതാണ് പിനാങ് പെരണേക്കാൻ മാൻഷൻ. ഇത് ഒരു ചൈനീസ് ഹെറിറ്റേജ് ബിൽഡിംഗ് ആണ്. പെരണേക്കാൻ കൾച്ചർ എന്ന് പറയുന്ന ഒരു മിക്സഡ് ചൈനീസ് മലൈ കൾച്ചറാണ്. ലിറ്റിൽ ഇന്ത്യ സ്ട്രീറ്റിൻ്റെ എൻട്രൻസ് ആണ്. ലക്ഷ്മി സ്റ്റോർസ് ആണ് ലിറ്റിൽ ഇന്ത്യ ഏരിയ.
ലിറ്റിൽ തമിഴ്നാടെന്ന് പറയാം, ലിറ്റിൽ ഇന്ത്യ, പ്ലാന്റ്സ് വെജിറ്റേറിയൻ സൂ, ഇന്ത്യൻ ഗ്രോസറി സ്റ്റോർ, ടിഫിൻ കാഫി, ചെട്ടിയാസ്, നമ്മൾ ഇന്ത്യയെ മിസ് ചെയ്തില്ല. ഇത് ലിറ്റിൽ ഇന്ത്യ. ഇവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് ചെന്നൈയിലെ തെരുവുകളിലെത്തിയതുപോലുള്ള ഒരു ഫീലിംഗ്. ഞങ്ങൾ ലിറ്റിൽ ഇന്ത്യയിൽ കണ്ട വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ ഡിന്നർ കഴിക്കാൻ കയറിയിരിക്കുകയാണ്. നമ്മളെ സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളായ ദോശ, ഊത്തപ്പം എല്ലാം ഇവിടെ കിട്ടും. എല്ലാവരും വയറ് നിറച്ച് അതൊക്കെ അകത്തായിക്കൊണ്ടിരിക്കുകയാണ്. ജോർജ് ടൗണിലെ കാഴ്ചകൾ അവസാനിച്ചിട്ടില്ല. നടന്നു കാണാൻ ഇനിയും കാഴ്ചകളുണ്ട്. പക്ഷേ എല്ലാവരും നല്ല ക്ഷീണത്തിലായതിനാൽ തൽക്കാലം ഇന്നത്തേക്ക് ഡിന്നറും കഴിച്ച് ഇവിടെ നിന്ന് തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഗ്രാബ് ടാക്സിയിൽ കയറി അങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ ചെന്ന് കിടന്നുറങ്ങണം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞിരിക്കുന്നു. നാളെ പെനാങ്ങിലെ കാഴ്ചകളായ കെക്ലോക്സി എന്ന വലിയ ബുദ്ധക്ഷേത്രം, പിന്നെ പെനാങ് ഹിൽ എന്നിവ കാണാനാണ് ഉദ്ദേശിക്കുന്നത്. ആ കാഴ്ചകളിലേക്ക് ഞാൻ തീർച്ചയായും നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാം. അപ്പോൾ ഇനി കാണുന്നവരേക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ.